പ്രിയ കുട്ടികളെ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള അവസാന ചവിട്ടുപടികൾ നടന്ന് നീങ്ങുമ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് മെറ്റീരിയലാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള പല ടെൻഷനുകളിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആകപ്പാടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇതെല്ലാം മാറ്റിവെക്കുക. തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും ഇനിയുള്ള പഠനത്തിനും എക്സാമുകൾക്കും തീർച്ചയായിട്ടും നിങ്ങളെ ഡോക്ടർ ആയതിനു ശേഷമുള്ള ഫ്യൂച്ചർ ലൈഫിനും എല്ലാം നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. കുട്ടികൾ പലപ്പോഴും സംശയം ചോദിക്കുക, ഈ അവസാന നിമിഷം സാറേ ഞങ്ങൾ ഇതുവരെ നന്നായിട്ട് പഠിച്ചു, ഇനി അവസാന നിമിഷം എങ്ങനെ പഠിക്കണം? തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച ആൾക്കാരാണ്, സബ്ജക്റ്റൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ അവസാന ദിവസങ്ങളിലെ സ്റ്റഡി പാറ്റേൺ എന്തുവാണ്, അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ റിസൾട്ടിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, എല്ലാവർക്കും സംശയം എന്താണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണോ, തീരെ പഠിക്കണോ, അത് ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം, നമ്മൾ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്താൽ മതിയോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ, വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഐഡിയ അതിനെക്കുറിച്ചുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ അഭിപ്രായം അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയ മെറ്റീരിയൽസിലേക്ക് പോവുക. കാരണം എന്തുമാത്രം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ വർക്ക് ബുക്കൊക്കെ സോൾവ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നമ്മൾ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാത്ത കുട്ടികൾ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. ഓരോ യൂണിറ്റ് വൈസ് എക്സാം എനിക്കൊന്ന് അവസാനിക്കാറായി. അപ്പോൾ ആ യൂണിറ്റ് വൈസ് എക്സാമിന് കുറച്ചൊക്കെ നിങ്ങൾ ചെയ്ത് കാണും. ഇനി കോമ്പിനേഷൻ ഓഫ് യൂണിറ്റ്സ് വരുമ്പം ആ കോമ്പിനേഷൻ ഓഫ് യൂണിറ്റ്സിലുള്ള ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ബാക്കിയുള്ളത് അടുത്ത എക്സാമിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ അതാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ഒന്ന്. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ യൂണിറ്റ് വൈസ് എക്സാം, ഓരോ മോഡൽ എക്സാം വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക. നമുക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അവൈലബിൾ ഉണ്ട്. നിങ്ങൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഏതാണ് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. വീണ്ടും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ 2 പുള്ളിയും 4 മാസമുള്ള ഒരു ക്വസ്റ്റ്യൻ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് സാറേ എന്ന് ചോദിച്ച് സംശയമായിട്ട് വന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറില്ല. ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണും, പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. സിലബസിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത സമയം കളയരുത്. കാരണം നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറേ 10 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കറിയാം ഡിലീറ്റഡ് പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ പലപ്പോഴും സംശയമാണ്. നമ്മൾ ഡിലീറ്റഡ് പോർഷൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കുക എന്നല്ലാതെ നമുക്ക് ഡിലീറ്റഡ് പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം കളയരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് തിയറി വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കാനുള്ള സമയമല്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ അതേപോലെ ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും ചില കുട്ടികൾ പറയും സാറേ ഞങ്ങൾക്ക് മാർക്ക് കുറയുവാണ്. അപ്പോൾ ഇന്നൊരു കുട്ടിയെ കണ്ടു, ആ കുട്ടി പറഞ്ഞു ഫസ്റ്റ് എക്സാമിന് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2ാമത്തെ എക്സാമിന് മാർക്ക് കുറഞ്ഞു, 3ാമത്തെ എക്സാമിന് വീണ്ടും കുറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അത് നാച്ചുറൽ ആണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇതുവരെ എഴുതിയത് ചാപ്റ്റർ വൈസ് എക്സാമാണ്, പിന്നെ അതിനുശേഷം യൂണിറ്റ് വൈസ് എക്സാം എഴുതി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പോർഷൻ പഠിച്ച് തീർന്ന് കാണത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറേ പോർഷൻസ് മിസ്സാവും. അതിനുശേഷം മോഡൽ എക്സാം വരുമ്പോൾ നമുക്കറിയാം എല്ലാ ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്തൊക്കെ വരും. അപ്പോൾ ആദ്യത്തെ എക്സാമുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞേക്കാം. നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ മാർക്ക് കുറഞ്ഞേക്കാം. പക്ഷേ അത് കാര്യമാക്കണ്ട. കാരണം ഒരു താഴ്ചയിൽ നിന്നാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഉയർച്ചയിലോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുക. അവസാന മോഡൽ എക്സാമുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത്
നമ്മൾ ചിലരുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, അതിൽ ഫോഴ്സ് കണ്ടുപിടിക്കണം, F=m×a എന്നാണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എഫ് എന്ന് പറഞ്ഞ വാല്യൂ ഓപ്ഷനിൽ കിട്ടത്തക്ക രീതിയിൽ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പഠിക്കുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കാൽക്കുലേഷൻ പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഫൈനൽ എക്സാമിന് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിലുള്ള പ്രശ്നം, നമ്മൾ എക്സാം ഹാളിലിരിക്കുമ്പോഴും ഫൈനൽ ഓപ്ഷനിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് നമുക്ക് നേരിടും. അപ്പോൾ അത് പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ പലർക്കും ഉള്ള ഒരു വേറൊരു സംശയമാണ്, നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. പിന്നെ എൻ്റെ അഭിപ്രായം, നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് തിയറി വായിക്കാനുള്ള സമയം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏതെങ്കിലും പോർഷൻ സംശയം വരുമ്പോൾ അത് നോക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ചില ടോപ്പിക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാവുന്ന സംശയം വരും, ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇപ്പോൾ ഇവിടെ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ പോർഷൻ നമ്മളെ തിയറി ഒന്ന് റെഫർ ചെയ്യുക. ഒന്നുകിൽ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നോട്ട് എടുത്ത് വായിക്കുക. എന്നിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് അടുത്ത ഓപ്ഷൻ എന്തുവാ, നമുക്ക് ആപ്പിൽ ക്ലാസ് ഉണ്ടല്ലേ, നമ്മൾ ടീച്ചേഴ്സിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആപ്പിൽ ക്ലാസ് കിടപ്പുണ്ട്. ആ പോർഷൻ മാത്രം നമുക്ക് ഏതാണ് സംശയം അത് മാത്രം ആ ജസ്റ്റ് ഒന്ന് കണ്ടാൽ നമുക്കത് സംശയം തീരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സംശയം വരുന്ന സമയത്ത് ഇത് മാറ്റുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ ഓരോ എക്സാമും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് തെറ്റുകളുണ്ടാവും അല്ലേ. നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കും, നമുക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിഷമിക്കരുത്. നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഓരോ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തുമ്പോഴാണ് അടുത്ത എക്സാമുകൾക്ക് ഞാൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫൈനൽ എക്സാമിന് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ എറർ വരുന്ന സമയത്ത് അത് നോട്ട് ചെയ്ത് വെക്കണം. ഇന്ന പോർഷൻ എനിക്ക് എറർ ഉണ്ടായി, അപ്പോൾ അത് അടുത്ത എക്സാമിന് വരാതിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള എറർ നമ്മൾ കണ്ടെത്തി അത് പഠിക്കണം. അടുത്ത നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളൊരു എക്സാം എഴുതിയതിന് ശേഷം അതിലേതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയില്ല, അത് തീർച്ചയായിട്ടും എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് പഠിക്കണം. അപ്പം നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒത്തിരി ഇതിലൊക്കെ പോയി ഒത്തിരി മെറ്റീരിയൽസ് ഒന്നും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കുക, അത് തെറ്റിപ്പോയത് നന്നാക്കി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതേ ഉള്ളൂ. അല്ല നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്തുവാ, നമ്മൾ സിലബസിലില്ലാത്ത കുറേ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചേക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ എടുക്കാം. മെക്കാനിക്സ് നമുക്ക് 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ എല്ലാം കൂടെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്ത് നോക്കാം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഓരോ ചാപ്റ്ററും എടുത്തിട്ട് ഓരോ പോർഷനിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അല്ലാതെ നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ മാത്രം എടുത്തിട്ട് ഇനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ ഓരോ മോഡൽ എക്സാമിന് നമുക്ക് എല്ലാ ചാപ്റ്ററുകളും കവർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏതെങ്കിലും പോർഷൻ പുറകിലുണ്ടെങ്കിൽ നമുക്ക് അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് കൂടുതൽ സമയം കൊടുക്കുക. പക്ഷേ നമ്മൾ മിക്കവാറും എല്ലാ പോർഷനിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ട് പോയാൽ നമുക്ക് വലിയ പേടിക്കാതെ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഫിസിക്സ് ആദ്യം തുടങ്ങിയെന്ന് വിചാരിക്കുക. നമ്മൾ ഫിസിക്സ് ആണ് ആദ്യം തുടങ്ങിയത്. നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഫിസിക്സ് ഒരു ടഫായിട്ടുള്ള പോർഷനാണെന്ന് നമുക്ക് തോന്നി, ക്വസ്റ്റ്യൻ എല്ലാം ടഫാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഫിസിക്സ് അവിടെ നിർത്തിയിട്ട് ബയോളജി ചെയ്യാം. അല്ലെങ്കിൽ ബയോളജി നമ്മൾ ചെയ്യുന്നു, ബയോളജി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് അല്പം ലെങ്തിയാണെന്ന് തോന്നി, അപ്പോൾ നമ്മൾ ഫിസിക്സ് ചിലപ്പോൾ അപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ ഫിസിക്സ് ആദ്യം ചെയ്തിട്ട് ബയോളജിയിലേക്കൊക്കെ പോകാം. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഫിസിക്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിസിക്സ് എല്ലാം ചെയ്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് 120 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസൊക്കെ ചെയ്താൽ നമുക്കൊരു സേഫ് ലെവലിലെത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്താൽ നമുക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്കിലേക്കൊക്കെ പോകാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇന്ന ടോപ്പിക്ക് സബ്ജക്റ്റ് നമ്മൾ ആദ്യം എഴുതണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എക്സാം കാലം ചെല്ലുമ്പോൾ എങ്ങനെയാണോ അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോ എക്സാമും കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ബ്രില്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. നിങ്ങളുടെ ഡയറക്ടേഴ്സും നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും ഒക്കെ ഓരോ ഡയറക്ഷൻസ് തരും. അതിനനുസരിച്ച് മാത്രം വർക്ക് ചെയ്യുക. അതായത് നമ്മൾ ചില കുട്ടികൾ ഫ്രണ്ട്സ് പറയുന്ന അനുസരിച്ചാണ് പഠിക്കുന്നത്.
ഇപ്പോൾ ഫ്രണ്ട്സ് പറയുന്ന അനുസരിച്ച് ഇന്ന പോർഷൻസ് പഠിക്കണം, അത് പഠിക്കണം, അങ്ങനെയൊന്നും നമ്മൾ നോക്കി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക, നമുക്ക് കിട്ടുന്ന കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നോക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അൺവാണ്ടഡ് സിറ്റുവേഷൻസ് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ പഠിക്കുക, നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക, അതായത് നെഗറ്റീവ് തിങ്കിങ് ഒഴിവാക്കുക. ചിലപ്പോൾ നമ്മുടെ പേരൻസോ നമ്മുടെ ഫ്രണ്ട്സോ ഒക്കെ പറയും, നിനക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, അപ്പോൾ എനിക്ക് ഇത്ര മാർക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന പോർഷൻ നിനക്ക് അറിയത്തില്ലേ, അപ്പോൾ അത് പഠിച്ചില്ലയോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മളതൊക്കെ വിട്ടേക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് നന്നായിട്ട് കോൺഫിഡൻസോടെ പഠിക്കുക. അവസാനമായിട്ട് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ നമ്മൾ മാർക്ക് കുറയുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാവാം. തീർച്ചയായിട്ടും അത് മാറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് രത്തൻ ടാറ്റ അല്ലേ. അപ്പോൾ നമ്മളെല്ലാം സ്നേഹത്തോടെയൊക്കെ കാണുന്ന ഒരു സമ്പന്നനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, നമ്മളൊരു ECG ഒബ്സർവ് ചെയ്താൽ, ECGയിൽ പ്രത്യേകം നമുക്കറിയാം, ജീവനുള്ള ഒരാളുടെ ECG എടുക്കുകയാണെങ്കിൽ അതിൽ പല ഉയർച്ചകളും താഴ്ചകളും കാണും. അദ്ദേഹം പറയുക, ആ ഉയർച്ചകളും താഴ്ചകളും ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രത്യേകത എന്തുവാ? ഒരു സ്റ്റഡി സ്റ്റേറ്റിലുള്ള ലൈനാണ് ECGയിൽ കാണുക. അതിനർത്ഥം എന്തുവാ? അപ്പോൾ ജീവൻ ഇല്ലാതായെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ എക്സാം എടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാമിൽ ചിലപ്പോൾ ഒരു മാർക്ക് കൂടിയ അവസ്ഥയുണ്ടാവാം, അടുത്ത എക്സാമിൽ മാർക്ക് കുറഞ്ഞ അവസ്ഥയുണ്ടാവാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്കൊരു ഡിപ്രഷൻ എവിടെയെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ അടുത്ത പീക്ക് വാല്യൂയിലേക്കുള്ള തയ്യാറെടുപ്പിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതെന്ന് മനസ്സിലാക്കുക. നമ്മൾ എക്സാമിന് മാർക്ക് കണ്ടിന്യൂസ്ലി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, അടുത്ത എക്സാമിന് എനിക്കൊരു പീക്ക് വാല്യൂ ഉണ്ടാവും. ചിലപ്പോൾ അത് ഫൈനൽ എക്സാമിനാവാം. എൻ്റെ ഫൈനൽ എക്സാം എഴുതുന്ന സമയത്തായിരിക്കും എനിക്ക് ആ പീക്ക് വാല്യൂ കിട്ടുന്ന വിചാരത്തിൽ, വിശ്വാസത്തിൽ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. നിങ്ങൾ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. എല്ലാവിധ ആശംസകളും ബ്രില്യൻ ഫിസിക്സ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.